പ്രശ്നത്തെപ്പറ്റി സാവുമാൻ ഇവരോട് ചോദിക്കുകയാണ്, അക്ബറിനോടും നെവിനോടും. അപ്പം നിങ്ങൾ എന്തിനായിരുന്നു വെറുതെ, ചെറിയൊരു പൊടിയല്ലേ ഉള്ളായിരുന്നു ആ പാത്രത്തിനകത്ത്, അപ്പം പിന്നെ അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ടായിരുന്നു. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നിങ്ങളങ്ങ് കഴുകി കളഞ്ഞിട്ട് തുടങ്ങിയാലും മതിയായിരുന്നല്ലോ. അത് ശരി. അപ്പം അക്ബർ പറയാണ്, അത് ശരി. അപ്പോഴേ നമ്മൾ എന്തെങ്കിലും ജോലി എടുക്കുമ്പം അവർ അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ വന്ന് അവർ നമ്മളെ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളും അവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയരുതല്ലേ. ആ ശരി, ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് സാവുമാനോട്. അപ്പം നിങ്ങൾ അത് നീ കേട്ടില്ലേ, നൂറ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ ഇവിടെ ഒരു ജോലി എടുക്കത്തില്ല, എടുക്കാനേ വയ്യ, പറ്റത്തില്ല, ഒരിക്കലും ചെയ്യില്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനെന്താ നീ പറയുന്ന മറുപടി? അതിനെപ്പറ്റി എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നൂറ ഇരിപ്പുണ്ട്. നൂറ ഒരു പണി എടുക്കുന്നില്ല, സത്യമാണത്. നൂറ ഇങ്ങനെ സൈഡിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ച കണക്ക് തന്നെയാണ് ഇവിടെ അവിടെ നിന്നിട്ട് ചുമ്മാതെ താങ്ങിയും തൂങ്ങി നിൽക്കുകയാണ്, ഒരു പണി എടുക്കുന്നില്ല. ഇവർ സംസാരിക്കുമ്പോഴും നൂറ ഇവിടെ സൈഡിൽ ബീൻ ബാഗിൽ ഇരുന്നിട്ട് ഇങ്ങനെ കിച്ചണിലോട്ട് മിഴിച്ച് നോക്കിയിരിക്കുന്നതല്ലാതെ ഒരു പണി എടുക്കുന്നില്ല. അപ്പം അതിനെപ്പറ്റി നിനക്കെന്താ പറയാനുള്ള സാവമാനം എന്ന് നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിയിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുമ്പം അപ്പുറത്തവർ ചെയ്യുന്ന ഡ്യൂട്ടിയിലെ അപാകതകൾ നമ്മളും ചൂണ്ടിക്കാണിക്കും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഫസ്റ്റ് ദിവസം മീല് ലേറ്റായി, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ സോറി പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ അവർക്ക് പണിയെടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പണിയെടുക്കാഞ്ഞെന്ന് സാവുമാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും പിറ്റേ ദിവസം നമ്മളെല്ലാം മറന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് അക്ബർ പറയുന്നുണ്ട്. എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് ഷോൾഡർ അനക്കാനേ പറ്റുന്നില്ല, എന്നിട്ടും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നൂറയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറയാൻ ടീമിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചെയ്യാമല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിനകത്താണെങ്കിലും നമ്മൾ ഫുഡ് വെച്ച് കളിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് സാവുമാൻ പറയുന്നുണ്ട്. അക്ബർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്നത് ഒരു കാര്യം ശരിയാണോ, ഡ്യൂട്ടി ചെയ്യാൻ സൗകര്യമില്ലെന്ന് പറയുന്നത്? അത് ശരിയല്ലെന്ന് സാവുമാൻ പറയുന്നുണ്ട്. ഇതാ അവിടെ നോക്കിയേ, ഇപ്പോൾ അവരാ ചെയ്യുന്ന ജോലി കറക്റ്റാണോ? നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ കിച്ചണിൽ കയറി വീണ്ടും കുക്ക് ചെയ്യുന്നു, ഇത് ശരിയുള്ള കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിലെ അനുമോളും കിച്ചണിൽ നിന്ന് എന്തോ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് സാവുമാന, എന്തായാലും 3 ദിവസമായിട്ട് കിച്ചൺ ഭയങ്കര ശോകമാണ് കേട്ടോ. അപ്പം നീ ഒരു സൈഡ് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് സാവുമാനോട്. ഡ്യൂട്ടി ചെയ്യാൻ സൗകര്യം ഇല്ലെന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് തന്നെയാണ് മസ്താനി ഇവിടെ പറഞ്ഞത്, ഡ്യൂട്ടി ചെയ്യാൻ സൗകര്യമില്ലെന്ന്. അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ആ ഡ്യൂട്ടി പിന്നെ വേറെ ആര് ചെയ്യും?